നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന LPG ഗ്യാസ് ഇന്നിവിടെ ഇന്ത്യയിൽ തന്നെ കുറവ് അനുഭവപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ ഭയമില്ലേ? ഒരു യുദ്ധം നടന്നാൽ അത് നേരിട്ട് നമ്മുടെ അടുക്കളയെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് തുടങ്ങിയ LPG ഗ്യാസിന്റെ യാത്ര പല രാജ്യങ്ങളും കടന്ന് നമ്മുടെ വീട്ടിലേക്കാണ് വരുന്നത്. പക്ഷെ യുദ്ധവും ഗതാഗത പ്രശ്നങ്ങളും ഇവയൊക്കെ ആ യാത്രയെ തടസ്സപ്പെടുത്തുമ്പോൾ അതിന്റെ ഫലം നമ്മൾ നേരിട്ട് അനുഭവിക്കുക തന്നെ ചെയ്യണം. എന്നാൽ ഈ പറയുന്ന LPG ഗ്യാസിനെ എങ്ങനെയാണ് ഭൂമിയുടെ അടിയിൽ നിന്ന് എടുക്കുന്നതും എന്നിട്ട് അതിനെ എങ്ങനെയാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതുകൊണ്ട് വീഡിയോ എന്തായാലും അവസാനം വരെ കാണുക. ഇതിന്റെ തുടക്കം സംഭവിക്കുന്നത് ഭൂമിയുടെ അടിയിലേക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സസ്യങ്ങളും ജീവികളും എല്ലാം അടിഞ്ഞുകൂടിയിട്ടുണ്ടായിരുന്നു. കാലക്രമേണ അതിന്റെ മുകളിലേക്ക് മണ്ണും പാറകളും എല്ലാം അടിഞ്ഞുകൂടി. കൂടാതെ ഭൂമിയുടെ ഉള്ളിലുള്ള ചൂടും സമ്മർദ്ദവും ഇവയെ മാറ്റി ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് എന്നറിയപ്പെടുന്ന ഊർജ സ്രോതസ്സുകളാക്കി മാറ്റി. ഈ പറഞ്ഞ ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസും ഭൂമിയുടെ അടിയിലുള്ള പാറകളുടെ ഇടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മനുഷ്യർക്ക് ഇവയെ നേരിട്ട് കാണാനോ അല്ലെങ്കിൽ ഇവയെ നേരിട്ട് എടുക്കാനോ കഴിയില്ല. അതുകൊണ്ടാണ് സയന്റിസ്റ്റും എഞ്ചിനീയർമാരും ചേർന്ന് ഭൂമിയുടെ അടിയിൽ ഈ ഓയിൽ ഗ്യാസ് സ്രോതസ്സുകൾ എവിടെയാണ് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ക്രൂഡ് ഓയിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ സിസ്മിക് സർവേ ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ചെറിയ തരംഗങ്ങൾ ഭൂമിയുടെ അടിയിലേക്ക് വിടുന്നു. എന്നിട്ട് ഈ തരംഗങ്ങൾ ഏത് രീതിയിലാണോ തിരിച്ചു വരുന്നത് അതിനെക്കുറിച്ച് പഠിച്ചാണ് അവർ ക്രൂഡ് ഓയിലിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ക്രൂഡ് ഓയിൽ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഡ്രില്ലിംഗ് ആണ്. വലിയ ഡ്രില്ലിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് വളരെ ആഴത്തിൽ ഒരു കുഴിയുണ്ടാക്കും. ചിലപ്പോൾ ഇത് ആയിരക്കണക്കിന് മീറ്റർ ആഴം വരെ പോകാനും സാധ്യതയുണ്ട്. ഭൂമിയുടെ അടിയിൽ കുടുങ്ങിയിരിക്കുന്ന ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസും ആ കുഴിയിലൂടെയാണ് മുകളിലേക്ക് എത്താൻ തുടങ്ങുന്നത്. അങ്ങനെ ഈ ക്രൂഡ് ഓയിലിനെയും നാച്ചുറൽ ഗ്യാസിനെയും വലിയ പ്രോസസ്സിംഗ് പ്ലാന്റിലേക്ക് അയക്കപ്പെടുന്നു. അവിടെ വെച്ചാണ് വിവിധ ഗ്യാസ് ഘട്ടങ്ങളിൽ വേർതിരിക്കപ്പെടുകയും പിന്നീട് LPG ഗ്യാസായി മാറ്റപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ പ്രോസസ്സിംഗ് പ്ലാന്റിൽ വെച്ചിട്ടാണ് ഈ നാച്ചുറൽ ഗ്യാസിനെ വിവിധ ഘട്ടങ്ങളായി വേർതിരിക്കുന്നത്. നാച്ചുറൽ ഗ്യാസ് എടുത്താൽ അതിൽ മീത്തേൻ, ഈത്തേൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടേൻ പോലുള്ള പല ഗ്യാസുകളും അടങ്ങിയിട്ടുണ്ടാവും. എന്നാൽ LPG ഉണ്ടാക്കാൻ പ്രധാനമായി വേണ്ടത് പ്രൊപ്പെയിനും ബ്യൂട്ടേനുമാണ്. അതിനാൽ ഈ ഗ്യാസുകളിനെ വേർതിരിച്ചെടുക്കുകയാണ് ഈ ഘട്ടത്തിന്റെ ലക്ഷ്യം. ഓരോ ഗ്യാസിനും വ്യത്യസ്തമായ ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. അതായത് ഓരോ ഗ്യാസും വ്യത്യസ്ത താപനിലയിൽ നീരാവിയായി മാറും. ഈ പ്രത്യേകത ഉപയോഗിച്ചാണ് സയന്റിസ്റ്റ് അവരെ വേർതിരിക്കുന്നത്. ഉദാഹരണത്തിന് ചില ഗ്യാസുകൾ ആദ്യം വേർപിരിയും, ചിലത് പിന്നീട്. അങ്ങനെ ഓരോ ഘട്ടവും പ്രത്യേകം ശേഖരിക്കപ്പെടും. ഈ ഒരു പ്രക്രിയയിൽ മീത്തേൻ പോലുള്ള ലഘു ഗ്യാസുകൾ വേർതിരിച്ച് നാച്ചുറൽ ഗ്യാസായി ഉപയോഗിക്കുന്നു. അതേസമയം പ്രൊപ്പേനും ബ്യൂട്ടേനും പ്രത്യേകം ശേഖരിക്കപ്പെടുന്നു. ഇവയാണ് പിന്നീട് LPG ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സെപ്പറേഷൻ പ്രോസസ്സ് എന്നത് LPG നിർമ്മാണത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിലൊന്നാണ്. ഭൂമിയുടെ അടിയിൽ നിന്നുള്ള ഒരു വലിയ മിശ്രിതയെ എടുത്ത് അതിൽ നിന്ന് LPGക്ക് ആവശ്യമായ പ്രധാന ഘടകങ്ങളായ പ്രൊപ്പേനും ബ്യൂട്ടേനും വേർതിരിക്കുന്ന ഒരു ഘട്ടം തന്നെയാണിത്. എന്നാൽ ഈ സെപ്പറേഷൻ പ്രോസസ്സിൽ ഇവ പൂർണ്ണമായും ശുദ്ധമായിട്ടില്ല. അവയിൽ ഇപ്പോഴും ചെറിയ അളവിൽ അശുദ്ധികൾ ഉണ്ട്. അതിനാൽ അടുത്ത പ്രധാന ഘട്ടമാണ് പ്യൂരിഫിക്കേഷൻ. ഇപ്പോൾ ഒരു ചോദ്യമുണ്ടാകും, ഈ അശുദ്ധികൾ എന്തൊക്കെയാണ്? സാധാരണയായി ഇതിൽ വെള്ളവാതകം, അതായത് വാട്ടർ വേപ്പർ, സൾഫർ സംയുക്തങ്ങൾ, ചിലപ്പോഴൊക്കെ മറ്റ് രാസഘടകങ്ങളും ഉണ്ടാകും. ഇവ നേരിട്ട് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? ഗ്യാസിന് ദുർഗന്ധമുണ്ടാകും, ഉപകരണങ്ങൾ കേടാകും, ഏറ്റവും പ്രധാനമായി സുരക്ഷയ്ക്ക് ഭീഷണിയാകും. അതിനാലാണ് പ്യൂരിഫിക്കേഷൻ എന്ന ഘട്ടം വളരെ പ്രധാനപ്പെട്ടത്. ഈ ഘട്ടത്തിൽ ഗ്യാസിനെ മുഴുവനായി ശുദ്ധമാക്കുകയാണ് ലക്ഷ്യം. പ്രോസസ്സിംഗ് പ്ലാന്റുകളിൽ ഇതിനു വേണ്ടി പ്രത്യേകമായ ഫിൽട്ടറിംഗ് സിസ്റ്റങ്ങളും കെമിക്കൽ ട്രീറ്റ്മെന്റ് പ്രോസസ്സുകളും ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ഗ്യാസിൽ നിന്ന് വെള്ളം നീക്കം ചെയ്യാൻ ഡീഹൈഡ്രേഷൻ പ്രോസസ് ഉപയോഗിക്കുന്നു. ഇത് ഗ്യാസിന് പൂർണ്ണമായും വരണ്ടതാക്കുന്നു. കാരണം വെള്ളമുണ്ടെങ്കിൽ അത് പൈപ്പുകളിലും ഉപകരണങ്ങളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുപോലെ തന്നെ സൾഫർ സംയുക്തങ്ങൾ നീക്കം ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. കാരണം അവ വിഷമുള്ളതും ദുർഗന്ധമുള്ളതുമാണ്. ഇത് നീക്കം ചെയ്യാൻ പ്രത്യേക കെമിക്കൽ റിയാക്ഷൻ പ്രോസസ്സുകൾ ഉപയോഗിക്കുന്നു. അതിലൂടെ ഗ്യാസ് കൂടുതൽ സുരക്ഷിതമാകുന്നു. ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് വളരെ ശുദ്ധമായ പ്രൊപ്പേനും ബ്യൂട്ടേനുമാണ്. ഇനി ഇവ LPG ആകാൻ തയ്യാറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ഇവിടെ ഒരു ചെറിയ പ്രത്യേകതയും ഉണ്ട്. നിങ്ങൾ
നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. LPGക്ക് സ്വാഭാവികമായി ഒരു ഗന്ധവുമില്ല. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന LPG ഗ്യാസിന് ഒരു ശക്തമായ ഗന്ധമുണ്ടാകും. എന്തുകൊണ്ടാണ് അതങ്ങനെ? അതിന്റെ കാരണം സുരക്ഷയാണ്. ഗ്യാസ് ചോർച്ച ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ഉടൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മാർ ക്യാപ്റ്റൻ എന്നൊരു ഗന്ധമുള്ള രാസവസ്തു പിന്നീട് ചേർക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പ്യൂരിഫിക്കേഷൻ എന്നത് വെറും ശുദ്ധീകരണം മാത്രമല്ല, LPG ഗ്യാസിനെ സുരക്ഷിതവും ഉപയോഗമാക്കാനും മാറ്റുന്ന ഒരു ഘട്ടം കൂടെയാണ്. ഈ പ്യൂരിഫിക്കേഷൻ ഘട്ടത്തിൽ LPGക്ക് ആവശ്യമായ പ്രൊപ്പേനും ബൂട്ടേനും പൂർണ്ണമായി ശുദ്ധിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഇവ ഗ്യാസിന്റെ രൂപത്തിലാണുള്ളത്. ഇപ്പോൾ ഒരു പ്രധാന ചോദ്യമുണ്ട്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന LPG സിലിണ്ടറിൽ ഗ്യാസ് എങ്ങനെയാണ് ഇത്രയും കൂടുതലായി അടുക്കി സൂക്ഷിക്കാൻ സാധിക്കുന്നത്? അതിന്റെ ഉത്തരമാണ് അടുത്ത ഘട്ടം. അതാണ് ലിക്വിഫേക്ഷൻ. സാധാരണയായി ഗ്യാസ് രൂപത്തിലുള്ള വസ്തുക്കൾ വളരെ കൂടുതൽ സ്ഥലം പിടിക്കും. അതിനാൽ അവയെ സംഭരിക്കാനും കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ്. എന്നാൽ അതേ ഗ്യാസിനെ ലിക്വിഡ്, അതായത് ദ്രാവകം ആക്കിയാൽ അത് വളരെ കുറച്ച് സ്ഥലത്തിൽ സൂക്ഷിക്കാൻ കഴിയും. ഇതാണ് ലിക്വിഫേക്ഷൻ എന്ന പ്രക്രിയയുടെ അടിസ്ഥാന ആശയം. ഈ ഒരു ഘട്ടത്തിൽ ശുദ്ധമായ പ്രൊപ്പേനെയും ബൂട്ടേനെയും ഉയർന്ന സമ്മർദ്ദത്തിൽ കംപ്രസ് ചെയ്യുകയും ചിലപ്പോഴൊക്കെ തണുപ്പിക്കുകയും ചെയ്യും. ഇത് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ഗ്യാസിന്റെ അണുകൾ തമ്മിൽ അടുത്തുകൂടി അത് ലിക്വിഡ് രൂപത്തിലേക്ക് മാറും. അതായത് ഒരു ഗ്യാസ് ദ്രാവകമായി മാറും. ഇതുകൊണ്ടാണ് നമ്മൾ LPG ഗ്യാസിനെ LPG എന്ന് വിളിക്കുന്നത്. അതായത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അതിനർത്ഥം ദ്രാവകമായ പെട്രോളിയം ഗ്യാസ്. ഇവിടെ ഒരു പ്രധാന പ്രത്യേകതയുമുണ്ട്. LPG സാധാരണ താപനിലയിൽ തന്നെ വളരെ എളുപ്പത്തിൽ ലിക്വിഡ് ആകുന്നു. പക്ഷെ അത് സമ്മർദ്ദം നിലനിർത്തിയാൽ മാത്രമാണ്. അതിനാലാണ് LPG ഗ്യാസ് എപ്പോഴും പ്രഷർ ഉള്ള ഒരു സിലിണ്ടറിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കൂ. സിലിണ്ടറിന്റെ ഉള്ളിൽ LPG ഗ്യാസ് ലിക്വിഡിന്റെ രൂപത്തിലാണ്, അതായത് ദ്രാവകത്തിന്റെ രൂപത്തിലാണ്. എന്നാൽ നമ്മൾ സ്റ്റൗ ഓൺ ആക്കുമ്പോൾ ആ ദ്രാവകം എങ്ങനെയാണ് ഗ്യാസായി മാറുന്നത്? സിലിണ്ടറിന്റെ വാൽവ് തുറക്കുമ്പോൾ സമ്മർദ്ദം കുറയും. അപ്പോൾ LPG ഉടൻ തന്നെ വീണ്ടും ഗ്യാസ് രൂപത്തിലേക്ക് മാറി പുറത്തേക്ക് ഒഴുകുന്നു. ഇതാണ് നമ്മൾ പാചകത്തിനായി ഉപയോഗിക്കുന്നത്. ഈ ലിക്വിഫേക്ഷൻ ഘട്ടം വളരെ സുരക്ഷമായി നിയന്ത്രിക്കേണ്ടതാണ്. കാരണം സമ്മർദ്ദവും താപനിലയും ശരിയായ നിലയിൽ ഇല്ലെങ്കിൽ ഗ്യാസ് ശരിയായ നിലയിൽ ലിക്വിഡ് ആകില്ല, അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനാൽ ഇവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം വളരെ ശക്തവും സുരക്ഷിതവുമായിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ലിക്വിഫേക്ഷൻ എന്നത് LPGയുടെ ഏറ്റവും പ്രായോഗികമായ ഘട്ടമാണ്. ഗ്യാസിനെ ലിക്വിഡാക്കി മാറ്റുന്നതിലൂടെ അത് സംഭരിക്കാനും കൊണ്ടുപോകാനും ഉപയോഗിക്കാനും എളുപ്പമാകുന്നു. അങ്ങനെ ഈ ഘട്ടം പൂർത്തിയാകുമ്പോഴാണ് LPG ഗ്യാസ് ഇപ്പോൾ ഉപയോഗിക്കാൻ പൂർണ്ണമായും തയ്യാറായിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നാണ് ഈ ഗ്യാസിനെ സിലിണ്ടറിലാക്കിയിട്ട് ഓരോരോ വീടുകളിലും കൊണ്ടുപോകുന്നത്. ഇങ്ങനെ നമ്മൾ LPG ഗ്യാസിന്റെ മുഴുവൻ യാത്രയും കണ്ടു. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് നമ്മുടെ അടുക്കള വരെ എത്തുന്ന അതിന്റെ അത്ഭുതകരമായ കഥ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുമാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാരെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. വീണ്ടും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.